സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ്. പവന് 360 രൂപ കൂടി ഈ മാസത്തെ റെക്കോർഡ് വിലയിലേക്ക് എത്തി. ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 64,520 രൂപയാണ്. ഗ്രാമിന് 45 രൂപയാണ് കൂടിയത്. 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില 8,020 രൂപയാണ്. ഈ മാസം 5-ന് റെക്കോർഡ് വിലയായ 64,520 രൂപയിലെത്തിയെങ്കിലും വില ഇടിയുന്ന ട്രെൻഡാണ് കണ്ടത്. എന്നാൽ വീണ്ടും റെക്കോർഡ് ഭേദിക്കുമെന്ന സൂചന നൽകി അതേ പോയിന്റിൽ തന്നെ വില എത്തിയിരിക്കുകയാണ്. ഓഹരി വിപണിയിലെ ചലനങ്ങളും രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളുമാണ് വിപണിയിൽ പ്രതിഫലിക്കുന്നത്. ജനുവരി 22-നാണ് പവൻ വില ചരിത്രത്തിൽ ആദ്യമായി 60,000 കടന്നത്. ദിവസങ്ങൾക്കകം 64,000 കടന്ന് സ്വർണ്ണവില കുതിക്കുന്നതാണ് പിന്നീട് കണ്ടത്. നിലവിലെ റെക്കോർഡ് ഭേദിച്ച് സ്വർണ്ണവില 65,000 തൊടുമോ എന്ന ആകാംക്ഷയിലാണ് നിക്ഷേപകർ. സ്വർണത്തിന്റെയും വെള്ളിയുടെയും പ്ലാറ്റിനത്തിന്റെയും ഇറക്കുമതി തീരുവ കേന്ദ്ര സർക്കാർ കുറച്ചിരുന്നു. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ 6%, പ്ലാറ്റിനത്തിന്റേത് 6.4%വുമാണ് കുറച്ചത്. രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ചാണ് രാജ്യത്ത് സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത്. ഡോളർ, രൂപ വിനിമയ നിരക്ക്, ഇറക്കുമതി തീരുവ എന്നിവ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ആഗോള വിപണിയിൽ സ്വർണ്ണവില കൂടി വരികയാണ്. കഴിഞ്ഞ ദിവസം ഔൺസിന് $20 വർദ്ധിച്ചു. $2,917 പുതിയ നിരക്ക്. അമേരിക്കൻ ഡോളർ താഴ്ന്ന നിരക്കിൽ തുടരുന്നു എന്നതാണ് സ്വർണ്ണവില കൂടാനുള്ള മറ്റൊരു കാരണം. ഡോളർ സൂചിക 103.60 എന്ന നിരക്കിലാണുള്ളത്. ഇന്ത്യൻ രൂപയുടെ മൂല്യം 87.23 ആയിട്ടുണ്ട്. അമേരിക്കയും ഉക്രൈനും കഴിഞ്ഞാൽ ദിവസം സൗദി അറേബ്യയിൽ നടത്തിയ ചർച്ച ലോക വ്യാപാരി സമൂഹത്തിന് പ്രതീക്ഷ വർദ്ധിപ്പിച്ചിരുന്നു. റഷ്യയുമായി 30 ദിവസത്തെ വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് ഉക്രൈൻ അറിയിച്ചിരുന്നു എന്നാണ് അമേരിക്ക പറയുന്നത്. ഇനി റഷ്യ കൂടി അംഗീകരിച്ചാൽ മേഖലയിൽ സമാധാനം വരും. ഇതോടെ വിപണി സാഹചര്യം നിക്ഷേപ സൗഹൃദമാകും. കാനഡയ്ക്കെതിരെ ഉയർന്ന താരിഫ് ചുമത്തുമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. അമേരിക്കയ്ക്ക് നൽകുന്ന വൈദ്യുതിക്ക് വില കൂടുമെന്നും കാനഡയും തിരിച്ചടിച്ചിരുന്നു. ഇതോടെ താരിഫ് ചുമത്തുന്ന കാര്യം പുനഃപരിശോധിക്കാൻ ഒരുങ്ങുകയാണ് ട്രംപ്. വിപണി സാഹചര്യം മെച്ചപ്പെട്ടാൽ നിക്ഷേപമിറക്കാൻ വ്യവസായികൾ തയ്യാറാകും. അതോടെ സ്വർണത്തിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് കുറയുകയും സ്വർണ്ണവില താഴുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യം നിലനിന്നാൽ വരും ദിവസങ്ങളിൽ സ്വർണ്ണവില താഴ്ന്നേക്കും. സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അല്പം കാത്തിരിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്തിടുകയും ചെയ്യാം. അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധത്തിൽ ലോക ഓഹരി വിപണികളിൽ തകർച്ച അലയടിച്ചതോടെ സ്വർണ്ണവിലയും ഉയർന്നു തുടങ്ങുകയായിരുന്നു. ആഗോള വിപണികളിൽ നിന്നകലുന്നവർ സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമായി കണ്ട നിക്ഷേപം നടത്തുന്നതാണ് വിലയിൽ പ്രകടമാകുന്നത്. വരും ദിവസങ്ങളിൽ സ്വർണം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനും സാധ്യതയുണ്ട്. ഇത് വ്യാപാരികളും പറയുന്നുണ്ട്. സാഹചര്യങ്ങളെല്ലാം സ്വർണ്ണവില പുതിയ ഉയരത്തിലെത്താൻ അനുകൂലമാണ്. താരിഫ് യുദ്ധത്തിൽ ട്രംപ് പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകമെങ്ങും വിലക്കയറ്റത്തിലേക്കും ഓഹരി വിപണികളുടെ തകർച്ചയിലേക്കും ഇത് നയിക്കും. വിപണികളിലെ ആകർഷണീയത വലിയ തോതിൽ കുറയുന്നത് സ്വർണത്തിലേക്ക് നിക്ഷേപകരെ കൂടുതലായി എത്തിക്കാൻ സഹായിക്കുന്നുമുണ്ട്. വിവിധ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകളും കൂടുതലായി സ്വർണം ശേഖരിക്കുന്നുണ്ട്. കേരളത്തിൽ ഇത് വിവാഹ സീസൺ അല്ല, വിവിധ മതസ്ഥരുടെ നോമ്പിന്റെ സമയമാണിത്. സാധാരണ ഈ സമയത്ത് സ്വർണ്ണ വിൽപ്പന കുറവാണ്. എന്നാൽ സ്വർണ്ണവില അടുത്ത മാസങ്ങളിൽ വലിയ തോതിൽ ഉയരുമെന്ന വാർത്തകൾ പുറത്തു വന്നത് ഉപയോക്താക്കളെ നേരത്തെ വാങ്ങിവെക്കാൻ പ്രേരിപ്പിക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.